ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 6ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ മക്കൾ ഫ്രൂട്ട്സ് കഴിക്കാൻ കുറച്ച് പാക്കായതിനെ കൊണ്ട് ഞാനിന്ന് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനത് പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കസ്റ്റാർഡ് പൗഡറാണിത്. ഇത് നമ്മൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവറല്ല കേട്ടോ. അപ്പോൾ ഇതാ 2-3 സ്പൂണ് ചിയാ സീഡ്സ് ഇട്ടിട്ടുണ്ട്. അത് ആ ഒരു പാലിൽ തന്നെ സോക്ക് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം നേരെ ചൂടിൽ അതിലൊക്കെ അങ്ങ് ഒഴിച്ച് വെച്ചിട്ട് നല്ല ഇളക്കിയിട്ട് വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേനും നല്ലത് കുതിർന്ന് വരും. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഏകദേശം ഞാൻ കലക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്, നല്ലോണം ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മസാലയായിട്ടത് കട്ടിങ്ങും അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ ചുരുക്കിയെടുത്തതാണ്. അപ്പോൾ അത് മസാല ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലേശം വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ ഈ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കസ്റ്റാർഡ് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഫ്രൂട്ട് ആഡ് ചെയ്യാം. കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, മാംഗോ, അതുപോലെ തന്നെ വത്തക്ക, അനാറ്, പിന്നെ നമ്മളതിൻ്റെ അത്തിപ്പഴം ഉണ്ടല്ലോ, റൗണ്ടായിട്ടുള്ള അത്തിപ്പഴം കട്ടാക്കിയതും, പിന്നെ ഒരു മൈസൂർ പഴം, പിന്നെ നട്ട്സ് കുറച്ച് ഒരു 4 അണ്ടി, 4 ബദാം, 4 പിസ്ത ലെവലിൽ ചെറുങ്ങനെ കട്ടാക്കിയിട്ടാണ് ഇട്ടത്. മക്കളങ്ങനെ കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പീസാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. പിന്നെ നമുക്കിത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ്സ് കണ്ടോ, നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അതും അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ച് നമ്മൾ കസ്റ്റാർഡിൻ്റെത് അതിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാമായിട്ട് മിക്സ് ആക്കുക. ഇത് കുറച്ച് തണുപ്പ് വേണം, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുകയാണ്. നന്നായി മിക്സാക്കി കളയാം കേട്ടോ. ആ ഫ്രൂട്ടും അതും നല്ലോണം ചേരുന്ന രൂപത്തിൽ അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ഡ്രോപ്പ് നമ്മളെ വാനില എസൻസ് ഉണ്ടല്ലോ അത് ഇറ്റിച്ച് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇറ്റിച്ച് കൊടുത്തിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അതിന് ശേഷം ഞാൻ എന്താക്കി ചിക്കൻ റോളിനുള്ള പരിപാടി തുടങ്ങി. ഈ ചിക്കൻ റോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രെഡിൽ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ പൊതുവേ ആവിയിൽ വേവിച്ചിട്ടാണ് പരത്തുക. ഇതിന് പെട്ടെന്ന് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുടഞ്ഞിട്ട് പരത്തിയിട്ടാണ്. ഇങ്ങനെ റോളാക്കി വെക്കാം. എന്നിട്ട് ആ മുട്ടയുണ്ട്, മുട്ടയിൽ ഒഴിച്ച് വെച്ചിട്ട് ആ മുക്കി ബ്രെഡൊക്കെ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതൊക്കെ നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കി അവിടെ അങ്ങനെ കിച്ചൺ അങ്ങ് ക്ലീനാക്കി, ഫസ്റ്റ് കിച്ചൺ മൊത്തം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ രാത്രിത്തേക്കുള്ള മീൻ പൊരിക്കുക. ബാക്കി എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കള അതും കൂടി സെറ്റാക്കിയാൽ മതി. ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് അതുപോലെ നിങ്ങളും നോമ്പൊക്കെ തുറന്ന് റാഹത്താവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.